തന്നെ തമ്മിലുള്ള പെൺകുട്ടി തന്റെ അനുജത്തിയാണെന്ന് ആൺകുട്ടി വ്യക്തമായി തിരിച്ചറിഞ്ഞു. പക്ഷേ അവളെ അംഗീകരിക്കാൻ വിസമ്മതിച്ചു. അവളെ ഓടിക്കാൻ പോലും തന്റെ അംഗരക്ഷകരോട് കൽപ്പിച്ചു. എന്നിരുന്നാലും പെൺകുട്ടിയെ വെറുത്തതുകൊണ്ടല്ല അവനിത് ചെയ്തത്. വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ഉപേക്ഷിച്ച അമ്മയെ അയാൾ വെറുത്തതുകൊണ്ടായിരുന്നു അത്. 5 വർഷങ്ങൾക്ക് മുമ്പ് ആൺകുട്ടി ഗുരുതരമായ രോഗബാധിതനായിരുന്നു. അച്ഛന് 2 കൈകളും വൈകല്യമുള്ളതായിരുന്നു. അതിനാൽ അവന്റെ അമ്മ അവരെ ഉപേക്ഷിച്ച് ഒരു ധനികന്റെ ഭാര്യയാകാൻ തീരുമാനിച്ചിരുന്നു. ആൺകുട്ടി അവളെ തടയാൻ പരമാവധി ശ്രമിച്ചു. അവളെ വിട്ടുപോകരുതെന്ന് അപേക്ഷിച്ചു. പക്ഷേ അവന്റെ അമ്മ അവനെ തള്ളിമാറ്റി. അത് അവൾക്കൊരു ഭാരമായിരിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം അവൾ ദൃഢനിശ്ചയത്തോട് തിരിഞ്ഞ് ധനികന്റെ കാറിൽ കയറി. നിലത്ത് വീണ ഭർത്താവിനെയും കരഞ്ഞുകൊണ്ടിരുന്ന മകനെയും അവൾ പൂർണ്ണമായും അവഗണിച്ചു. ആ നിമിഷം മുതൽ ആൺകുട്ടിക്ക് അമ്മയോട് നീരസം തോന്നിത്തുടങ്ങിയിരുന്നു. പക്ഷേ അച്ഛനും മകനും അറിഞ്ഞിരുന്നില്ല ആ സ്ത്രീക്ക് അവർക്ക് മെച്ചപ്പെട്ട ജീവിതം നൽകാൻ മാത്രമേ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ എന്ന്. ആ പുരുഷൻ യഥാർത്ഥത്തിൽ ഒരു സമ്പന്ന കുടുംബത്തിന്റെ അവകാശിയായിരുന്നു എന്ന് കണ്ടെത്തി. ആ സ്ത്രീയുമായുള്ള ബന്ധത്തിൽ അവരുടെ മാതാപിതാക്കൾക്ക് വിയോജിപ്പുണ്ടായിരുന്നതിനാൽ ആ പുരുഷൻ തന്റെ സമ്പന്ന കുടുംബത്തിലേക്ക് മടങ്ങി വരുന്നത് അവന്റെ വൈകല്യമുള്ള കാലുകളെയും ഗുരുതരമായ രോഗിയായ മകനെയും ചികിത്സിക്കാൻ അനുവദിക്കുന്നതിനായി അവർ അവനുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു. ഗർഭിണിയായ സ്ത്രീക്ക് അവരെ ഉപേക്ഷിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ലായിരുന്നു. 5 വർഷത്തിനു ശേഷം അവൾക്ക് മാരകമായ ഒരു രോഗമുണ്ടെന്ന് കണ്ടെത്തി. മകൾക്ക് മാരകമായ അസുഖം വരാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവളെ ഇനി പരിപാലിക്കാൻ കഴിഞ്ഞില്ല. മരിക്കുന്നു. അവൾ തന്റെ മകൾക്ക് ഒരു പഴയ കുടുംബ ഫോട്ടോ നൽകി അവളുടെ യഥാർത്ഥ പിതാവിനെ കണ്ടെത്താൻ പറഞ്ഞു. പെൺകുട്ടി വില്ലയുടെ ഗേറ്റിലെത്തിയിരുന്നു. അവളുടെ അമ്മ നൽകിയ വിലാസം അനുസരിച്ച് യാദൃശ്ചികമായി അവരുടെ സഹോദരൻ ആ നിമിഷം വീട്ടിലേക്ക് നൽകിയായിരുന്നു. ഫോട്ടോയിലെ ആൺകുട്ടിയാണതെന്ന് പെൺകുട്ടി തക്ഷണം തിരിച്ചറിഞ്ഞു. തന്റെ സഹോദരനുമായി വീണ്ടും ഉന്നിക്കാമെന്ന പ്രതീക്ഷയിൽ അവൾ അവന്റെ അടുത്തേക്ക് ഓടി. പക്ഷേ ആൺകുട്ടി അവളെ താൻ തിരിത്തള്ളി. ആ കുടുംബ ഫോട്ടോ കണ്ടപ്പോൾ അവരുടെ സഹോദരിയെ വീണ്ടും കണ്ടതിൽ അവർക്ക് സന്തോഷം തോന്നിയില്ല. കാരണം അവന്റെ മനസ്സിൽ അമ്മയോട് കടുത്ത വെറുപ്പുണ്ടായിരുന്നു. അതിനാൽ അവനെ എളിയ സഹോദരിയോട് ഒരു വാത്സല്യവും ഉണ്ടായിരുന്നില്ല. ആൺകുട്ടി പറഞ്ഞിരുന്നു അച്ഛൻ തന്നെ പ്രതിഷ്ഠിതവതിയായി വിവാഹം കഴിക്കാൻ പോവുകയായിരുന്നു. പെൺകുട്ടിയും അവരുടെ അമ്മയും അവരുടെ ജീവിതത്തെ ശല്യപ്പെടുത്തണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നില്ല. ആ നിമിഷം ആൺകുട്ടിയുടെ അച്ഛൻ ഇരിച്ചെത്തി. ആൺകുട്ടി ഉടൻ തന്നെ അംഗരക്ഷകരോടെ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. താമസിയാതെ ആ പുരുഷന്റെ കാർ ഗേറ്റിൽ നിർത്തി. ഒരു കൊച്ചു പെൺകുട്ടി കരയുന്നത് കേട്ടുമെന്ന് ആൺകുട്ടി ചോദിച്ചു. അമ്മ ചോദിച്ചു. അത് തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കണമെന്ന് അയൻ പറഞ്ഞു. അവൻ പോയതിനു ശേഷം എന്തോ കുഴപ്പമുണ്ടെന്ന് ആ മനുഷ്യനെ മനസ്സിലായിരുന്നു. അതിനാൽ മുൻപാതിൽ നിന്ന് നിരീക്ഷണ പരിശീലകൾ മീറ്റെടുക്കാൻ അയാളുടെ സഹായോട് പറഞ്ഞ് വൈകുന്നേരം ആസിഡ് നിരീക്ഷണ വീഡിയോ അയച്ചിട്ട് കൂടുതൽ കൊടുത്തു. നീക്ഷ ദൃശ്യങ്ങളിലുള്ള പെൺകുട്ടി അന്ന് തന്നെ ഉപേക്ഷിച്ചു പോയ തന്റെ മുൻ ഭാര്യയെ പോലെ അന്ന് കണ്ട് അയാൾ ഞെട്ടിപ്പോയി. പെൺകുട്ടിയുടെ 4 ഹേഷാണെന്ന് പറയുന്നത് കേട്ടപ്പോൾ അയാൾക്ക് പെട്ടെന്ന് താൻപടി മനസ്സിലായി അത് തന്റെ സ്വന്തം മകളായിരിക്കാമെന്ന്. അയാളുടനെ എഴുന്നേറ്റ് പെൺകുട്ടിയെ അന്വേഷിക്കാൻ പോയി. ഈ സമയം പുരുഷനെ പ്രതിഷേധവാദി വില്ലിയുടെ കേട്ടെത്തിയിരുന്നു. വതിൽ പതിനെത്തുന്ന പെൺകുട്ടികളെ അത് കൗതുകത്തോടെ നോക്കി. പെൺകുട്ടിയുടെ കയ്യിലുള്ള ഫോട്ടോ കണ്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി.